വാഹനാപകടം 6 പേരാണ് മരണപ്പെട്ടു പോയത്. 4 കുട്ടികളും പിന്നീട് ഒരു കുട്ടിയും മരണപ്പെട്ടു. പിന്നീട് അവരുടെ സഹോദരൻ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ അവരുടെ ജോലിക്കാരിയും മരണപ്പെട്ടു. 4 കുട്ടികളുടെ ജനാസ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പിതാവ് പകച്ചു നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. വാപ്പ വല്ലാതെ പകച്ചു നിൽക്കുന്നു, വേദനിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. കാരണം വാർത്ത കേൾക്കുന്ന പോലെയല്ല, ആ നടുക്കമാകുന്ന ആ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേർക്കുനേരെ ഉണ്ടായത്. വർത്തമാനം പറയുന്നത് പോലെ, വാർത്ത കേൾക്കുന്ന പോലെയല്ല, നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിന്റെ ഭീതി വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലൊന്നും ആയിരുന്നില്ല. നിങ്ങളൊക്കെ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ അനക്കമില്ലാതെ വാപ്പ നിൽക്കുന്നത്. ആ ഉമ്മയുടെ അടുക്കലേക്ക് ജനാസ കൊണ്ടുപോകുന്ന രംഗവും ഒക്കെ വീഡിയോയിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാതാവിന്റെ ചാരത്തേക്ക് 4 കുട്ടികളുടെ ജനാസ കൊണ്ടുപോകാൻ ഒറ്റയടിക്ക് ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോകാൻ ജീവിതത്തിൽ ഒരിക്കലും അവർ മറക്കൂല. ഏതെല്ലാ സമയത്ത് ഏതൊക്കെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അപ്പോഴൊക്കെ കൊടുക്കും ആ മക്കളെ. 14 വയസ്സും 8 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ളതാകുന്ന പ്രിയപ്പെട്ട മക്കളാണ്. അള്ളാഹു മക്കളുടെ ജനിച്ചു ഉയർത്തട്ടെ. മരണപ്പെട്ടു ഉയർന്ന അള്ളാഹു ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കട്ടെ. ഇത്തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മൾ ഈ തലമുറയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ.